ഹായ് സുഹൃത്തുക്കളെ, മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കായംകുളം NH66 പാടത്തേല. ഇവിടെ എത്താൻ കാര്യം വേറൊന്നുമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന രണ്ട് താരങ്ങളുണ്ട്. അവരെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. അവരെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് രണ്ട് ഗസ്റ്റുകളെ കിട്ടുന്നു. അവരെ കാണാനും എന്താ നടന്നതെന്ന്, എങ്ങനെ വൈറലായെന്നുള്ള അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വൈറൽ താരങ്ങൾ വേറെ ആരുമില്ല, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് കായംകുളത്തിന് അഭിമാനകരമായ രണ്ട് താരങ്ങളുണ്ട്. അവരെ കാണാൻ വേണ്ടി വന്നത്. ഇപ്പൊ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് അവരെ ചാനലിലേക്ക് സ്വീകരിക്കാം. അവരിപ്പോ എത്തിയിട്ടില്ല. ഞാനിപ്പോ ഫോൺ ചെയ്തായിരുന്നു, അവരുടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ എത്തുമായിരിക്കും. അവര് ഡ്യൂട്ടിയില്ല, അന്നേരം ബസ് വരുന്നതനുസരിച്ച് അവരെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിയുമ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് നമ്മളിപ്പോ 1 മണിക്കൂറോളം ആയി ഇവിടെ എത്തിയിട്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് രണ്ട് ഗസ്റ്റുകൾ, വൈറൽ താരങ്ങൾ എത്തുന്നില്ല. അവർക്ക് രണ്ട് സ്നേഹസമ്മാനമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകരെയും കണക്കായിട്ട് രണ്ട് പൂക്കൾ മേടിച്ചു കൊടുക്കാം സ്നേഹസമ്മാനമായിട്ട്. അത് മേടിക്കാൻ വേണ്ടി പൂക്കടയിൽ എത്തിയാണ്. രണ്ട് പൂക്കൾ മേടിക്കാം. പൂ വേണോ? ഇല്ല, ഇതായിട്ട് കൊടുക്കാൻ വേണ്ടി, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി. രണ്ടെണ്ണം പേപ്പറിൽ പോയി രണ്ടെണ്ണം. നമ്മള് മണിക്കൂറുകൾക്ക് ശേഷം ഡിപ്പോയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. കായംകുളം ഡിപ്പോ അല്ല, അവര് ഡ്യൂട്ടിയിലായിരുന്നു. അവര് വരാൻ വേണ്ടി ഒരു 3-3.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരിപ്പോ എത്തിയതേ ഉള്ളൂ. അവർ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ചേട്ടൻ എത്തിയേ ഉള്ളൂ. നമുക്ക് ആദ്യം നമ്മുടെ അയൽത്തുകാരന്, നമ്മുടെ സുഹൃത്തും, ഞങ്ങളുടെ പുതിയകളുടെ ഇപ്പൊ അഭിമാന താരമായിട്ട് തിളങ്ങിയിരിക്കുന്ന സജിയണ്ണനെ ഏറ്റവും അടുത്ത സുഹൃത്തും. അപ്പൊ സജിയണ്ണ ഞങ്ങളുടെ ചാനലിൽ പുതിയ ഒരതിഥിയാ. ഞങ്ങളുടെ അയലത്തുകാരനെ എൻ്റെ ഒരു കസ്റ്റമറും കൂടെ, എൻ്റെ മില്ലിൽ പൊടിക്കാൻ വരുന്നതും പൊടി മേടിക്കാൻ വരുന്ന ഒരു കസ്റ്റമറും കൂടെ, ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെ. അതുകൊണ്ട് എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ അമ്പലപ്പുഴ അടുക്കാറായപ്പോഴാ വണ്ടിക്കകത്ത് യാത്രക്കാർ വേണം നോക്കിയപ്പോ സാറ് ഓടി വരികയും ചെയ്തു. സാറ് അവർക്ക് ബോധമില്ലാതായി. പിന്നെ അവര് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചിട്ട് അനക്കമില്ല. പിന്നെ എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ള ഇതേ ഉള്ളൂ നമ്മുടെ. പിന്നെ യാത്രക്കാർ നമ്മളോട് സഹകരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ സ്റ്റോപ്പിലൊന്നും നിർത്താതെ ബോധം കെട്ട് വെള്ളം ഒഴിച്ചിട്ട് അനങ്ങുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിൽ വേണ്ട മെഡിക്കൽ കോളേജ് അങ്ങോട്ട് വരുമായിരുന്നു. വഴിയിൽ ഇറങ്ങാൻ, സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെല്ലാം സഹകരിച്ചു തന്നു. അത് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ ചെന്ന് ഇറക്കിയപ്പോഴും അവർക്ക് അനക്കമില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫാന്ന് പറഞ്ഞ കൂടെയുള്ള ജീവനക്കാരും ഉള്ളത് കൊണ്ട് പിന്നെ നമ്മള് അവരെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ യാത്ര തുടങ്ങി. വണ്ടിയിലുള്ള യാത്രക്കാരെല്ലാം സഹകരിച്ചല്ലോ. പിന്നെ എല്ലാരും സഹകരിച്ചു, കുഴപ്പമില്ല. അവരുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലല്ലേ? നമ്മളവിടെ എത്തിക്കാവുന്ന കടമയുള്ളൂ. നമ്മൾ അധികമായിട്ട് മൊത്തം അതിന്റെ പുറമെ പോയില്ല. നമുക്ക് കണ്ടക്ടർ ചേട്ടനെ കൂടെ വിളിക്കാം. ചേട്ടാ, നമ്മുടെ കണ്ടക്ടർ ചേട്ടനുണ്ട്. ചേട്ടനെ കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. ബാ ചേട്ടാ. ചേട്ടന്റെ പേരെന്തായിരുന്നു? റഷീദ്. വീടാണോ? വീട് പുല്ലുണല്ല. ചേട്ടനും നിങ്ങൾ രണ്ടും കൂടെ ആയിരുന്നില്ലേ? 6:50 നമ്മുടെ ഷെഡ്യൂളായിരുന്നു. ഫാസ്റ്റ് പാസഞ്ചർ ആലപ്പുഴ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബഹളം കേട്ടോണ്ട് ഞാൻ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ താഴെ മറിഞ്ഞു വീഴുകയായിരുന്നു. പിന്നെ അന്നേരം തന്നെ നമ്മൾ തൊട്ടടുത്ത ഒരു ആശുപത്രി ഉണ്ട്, പക്ഷെ അവിടെ തുറന്നിട്ടില്ലായിരുന്നു. അതായത് നമ്മുടെ പായൽക്കുളങ്ങര സമീപ ഒരു ചെറിയൊരു ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ ആ ആശുപത്രി നോക്കിയപ്പോൾ തുറന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നേരെ വണ്ടാനത്തോട്ട് വിടാൻ പറയും. നമ്മുടെ ഡ്രൈവർ സാറിന്റെ അനുസരിച്ച് വണ്ടി അങ്ങ് നേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് വിടുകയായിരുന്നു. അവിടെ നമ്മൾ കൊണ്ടുവന്ന് ആളിനെ ഏൽപ്പിച്ച്, അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. SI ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അയക്കേഷൻ ഉള്ളതാണ് ഞാൻ വേറെ രൂപത്തിൽ അറിഞ്ഞിട്ടുള്ളത്.
ഇവിടെയുള്ള നമ്മുടെ കായംകുളത്ത് കയറിയതായിരുന്നു. 3 പേര് അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവര് പിള്ളേർ പിന്നെ അവരോട് വർക്ക് ചെയ്യുന്നതാണ്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് കൂടെ ആളുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടല്ലോ. വണ്ടിക്കെന്ന് പറയാൻ ആളാണ്, നിറച്ച ആളാണ്. 100 അല്ല 150 പേരോളം ഉണ്ട് വണ്ടിക്കകത്ത്. അന്നേരം ഇന്ന് പിന്നെ 2-3 പേര് ഇറങ്ങാനുണ്ടായിരുന്നു. അവരെ പിന്നെ നമ്മൾ ആക്സിലറി എഴുതി നമ്മള് ഭണ്ടാരത്ത് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറക്കി അവരെ കയറ്റി വിട്ടു, വേറെ വണ്ടി കയറ്റിയിട്ട് വിട്ടു. അവർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, യാത്രക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. 2-3 പേര് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിലേക്ക് വിവരം അറിഞ്ഞപ്പോൾ അവർ സമാധാനപ്പെട്ടു. അറിഞ്ഞ് പെട്ടെന്ന് ഇവരെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വൈറലാക്കിയ ഒരു ചേട്ടൻ രാജേട്ടൻ കൊണ്ട് നമ്മുടെ ചാനലിലോട്ട് സാധനം ചെയ്യാണ്. രാജേട്ടാ വെൽക്കം ഞങ്ങളുടെ ചാനലിലോട്ട്. ഞങ്ങള് ആദ്യത്തെ യൂട്യൂബിനകത്ത് ആയ സംഭവം ഇത്രയും പേര് വെച്ചോണ്ട് പുറത്തുനിന്ന് ഒരാളെ വെച്ചോണ്ട് ചെയ്യുന്നത്. അതിന് ചേട്ടാ പറ, രാജേട്ടനാണ് ഇവരെ വൈറലാക്കിയത്. 10 പേര് ജനങ്ങൾ അറിഞ്ഞത് രാജേട്ടനാണ്. ഞങ്ങൾ ആരും അറിയണ്ടെന്ന് വിചാരിച്ചതാ. ഇവര് സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുക. ഏത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം എന്ത് തുറന്നാലും ഇവർ 2 പേരും ഫോട്ടോ ഉള്ളു. അതിന് കാരണക്കാരനായ രാജേട്ടനാ. രാജേട്ടൻ പറ. ഞാൻ രാവിലെ ഇവിടെ ഡിപ്പോയിൽ എത്തിയപ്പോഴാണ് ഇതുപോലെ സംഭവം കാര്യങ്ങൾ അറിഞ്ഞത്. നമ്മള് രജി സാറ് അറിയിച്ച അനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്. 2 പേർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇത്തരം നല്ല മഹത്തായ ഒരു കാര്യം ചെയ്തതിന്. അന്നേരം തന്നെ വിളിച്ചതിന് ശേഷമാണ് നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ വേറെ സോഷ്യൽ മീഡിയ എല്ലാം വന്നായിരുന്നു. മറ്റേ സിറാജ് പത്രത്തിലൊക്കെ വന്നായിരുന്നു. മീഡിയ പ്രത്യേകിച്ച് വേറെ വന്നില്ല. പ്രത്യേകിച്ച് ആരെയും അറിയിക്കാനും പോയിട്ടില്ല. ഇവരെ ഇതേ ഉള്ളു. ദേശാഭിമാനിക്കത്ത് വന്നായിരുന്നു, കേരള കൗമുദി ഉണ്ടായിരുന്നു. ഇവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുമായിരിക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് എടുത്ത് പറയണം, ഞങ്ങളുടെ നാടിന് തന്നെ ഒരു അഭിമാനമായിരിക്കുക. ഇപ്പൊ തിളങ്ങി നിൽക്കുക ആളുകള് ഫോൺ വിളി. നമ്മള് 3 പേര് നാട്ടുകാരല്ല, ഞങ്ങൾ അയലത്ത് തന്നെ. ഞങ്ങൾ ഒരു 300 മീറ്റർ ദൂരം പോലും ഇല്ല. കണ്ടല്ലൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകർ കൂടിയാ ഞങ്ങൾ. KKCയുടെ പാലിയേറ്റീവ് പ്രവർത്തകനാണ് ഞാനും. അന്നേരം നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ. ഓക്കെ. അന്നേരം ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കണം. അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന പറയാം. ഓക്കെ, ബൈ.